ഗാസയിൽ ഏതു നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രായേൽ സൈന്യം സർവ്വസജ്ജമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഒപ്പം യുദ്ധത്തിന്റെ ലക്ഷ്യം ചർച്ചകളിലൂടെയോ മറ്റു വഴികളിലൂടെയോ നേടുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം പാലസ്തീൻ തടവുകാരെ വിട്ടയക്കാതിരുന്ന ഇസ്രായേൽ നടപടിയെ പിന്തുണച്ച് അമേരിക്ക രംഗത്ത് വന്നു. ഗാസയിൽ സമ്പൂർണ്ണ വിജയം എന്ന ലക്ഷ്യത്തിലെത്തുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. എല്ലാ ബന്ദികളെയും വീടുകളിൽ തിരികെ എത്തിക്കും. ഹമാസ് ഇനി ഗാസ ഭരിക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊലപ്പെടുത്തിയ ദുഷ്ടന്മാരാണ് ഹമാസ് എന്നും അവരെ പരാജയപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നും നെതന്യാഹു പറഞ്ഞു. വിജയം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം. വിജയം ചർച്ചകളിലൂടെയും നേടാനാകും, മറ്റു വഴികളിലൂടെയും നേടാം എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇസ്രായേലിന് നിർണായക ആയുധങ്ങൾ നൽകുന്നതിന് നെതന്യാഹു ട്രംപിന് നന്ദി പറഞ്ഞു. പുതിയ പ്രതിരോധവും പുതിയ ആയുധങ്ങളും സമ്പൂർണ്ണ വിജയം കൈവരിക്കുന്നതിന് തങ്ങളെ വളരെയധികം സഹായിക്കുമെന്നും നെതന്യാഹു വിശദീകരിച്ചു. 602 പാലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നത് ഇസ്രായേൽ ഇപ്പോഴും നീട്ടിക്കൊണ്ടുപോകുകയാണ്. അടുത്ത ഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടുന്ന ഇസ്രായേലി ബന്ദികളുടെ കാര്യത്തിൽ ഉറപ്പുവേണമെന്നാവശ്യപ്പെട്ടാണ് ഇസ്രായേലിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ശേഷിക്കുന്ന ബന്ദികളിൽ ചിലർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സംശയിക്കുന്നു. കഴിഞ്ഞ ബന്ദി കൈമാറ്റത്തിൽ ബന്ദികളെ പൊതുവേദിയിൽ പ്രദർശിപ്പിച്ചതും സംസാരിപ്പിച്ചതും ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചു. ഇതേസമയം ഇസ്രായേൽ ബന്ദിമോചന കരാർ ലംഘിക്കുകയാണെന്ന് ഹമാസ് പ്രതികരിച്ചു. അതേസമയം ഇസ്രായേൽ എന്ത് തീരുമാനം കൈക്കൊണ്ടാലും അതിനൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് US വ്യക്തമാക്കി. 20 വർഷത്തിനൊടുവിൽ ഇസ്രായേൽ സൈനിക യുദ്ധ ടാങ്കുകൾ വെസ്റ്റ് ബാങ്കിലെ ജനീനിൽ കടന്നു. ഗാസയിലെ സമാനമായ അന്തരീക്ഷത്തിലേക്കാണ് വെസ്റ്റ് ബാങ്കിലെ യൂദയ സമരിയ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.